അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്, ഷോർട്സ് മാത്രം എന്താണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന്. ഷോർട്സ് എടുക്കാനുള്ള കണ്ടന്റ് മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. ലോങ് വീഡിയോ ഒക്കെ കുറേ എടുക്കണമല്ലോ, കുറേ ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ അതിനുള്ള ടൈം കിട്ടുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് മടിയായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്, എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുന്നേ ഒരു പ്രഗ്നൻസി ആൻഡ് ഡെലിവറി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരാളെ മെസ്സേജ് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്യാത്തത്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് അപ്ലോഡ് ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മടി കാരണമാണ് എനിക്ക് ആ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പല ഓർമ്മകളും വരും കേട്ടോ. അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും അത് ഞാൻ ഇനി പറയാട്ടെ എങ്ങനെ സംഭവം. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മുടെ ടോപ്പിക് എന്താണ്. ഇപ്പം നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, പലരും അനുഭവിച്ചിട്ടുണ്ടാവും ആ ഒരു സംഭവം, ആ ഒരു സ്റ്റേജ്. അതായത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് പലർക്കും പല രീതിയിലുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയുള്ള അനുഭവം ഉണ്ടായി, അതൊക്കെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, അതായത് പ്രസവശേഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല പ്രസവശേഷം ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പണ്ട് മുതലേ എല്ലാവരും പറയുന്ന കേട്ടിട്ടുള്ളത് പ്രസവ വേദനയെക്കാളും വലിയ വേദന ഈ ലോകത്ത് ഇല്ല എന്നാണ്. അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും നമുക്കറിയില്ല കേട്ടോ, എങ്ങനെയൊക്കെ നമ്മളത് ബാധിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ. എനിക്ക് അമ്മയൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ പ്രസവത്തിന് മുമ്പുള്ള നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ലേബർ റൂമിലിരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പലർക്കും ഇതൊരു ഉപകാരമായിരുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ സ്റ്റോറിയൊക്കെ ഈ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ വിചാരിക്കും എത്രയും പെട്ടെന്ന് തന്നെ പെറ്റാൽ മതി എന്നുണ്ട് അല്ലേ. 9 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും എത്രയും പെട്ടെന്ന് വേഗം പ്രസവിച്ചില്ലെങ്കിൽ ഈശ്വര എത്ര കാലമായി ഇങ്ങനെ ഉറക്കമില്ലാതെ. കാരണം നമ്മൾ ഈ കുഞ്ഞ് ചവിട്ടും കുത്തൊക്കെയാണ് വയറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാത്രിക്ക് കുഞ്ഞ് ഭയങ്കര ചവിട്ടും കുത്തൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് രാത്രിയിൽ ഉറക്കമുണ്ടായില്ല. പക്ഷെ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ നമ്മുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഉറക്കമൊന്നും ഉണ്ടായില്ല എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് കുറച്ചും ആ ടൈമിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത്. അപ്പോൾ എനിക്ക് ആ ടൈമിൽ തന്നെ ഭയങ്കര ഭ്രാന്ത് പോലെ ആയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ പ്രസവിച്ചോ കിട്ടിയാൽ മതിയായിരുന്നു. പ്രസവ ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വെറും സാമ്പിൾ മാത്രമാണ്, ഇനി വരുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു മുഹൂർത്തം. അപ്പോൾ ഞാൻ പ്രസവിച്ചത് കാസർഗോഡ് യുണൈറ്റഡ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ 3ാമത്തെ ദിവസമാണോ അങ്ങനെ എന്തോ ആണ് ഡിസ്ചാർജ് ചെയ്തത് കേട്ടോ. അത് നമ്മളൊരു രാത്രി ടൈമിലാണ് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് കറക്റ്റ് ടൈം ഫുഡും പിന്നെ മരുന്നൊക്കെ വെച്ചാൽ അവർ വരും. പിന്നെ എല്ലാ കാര്യത്തിനും അവരുണ്ടായിരുന്നു കേട്ടോ. ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയ്യിൽ കുത്തിയോണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പാല് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ നിപ്പിളിങ്ങനെ വരണമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിന് പാൽ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അങ്ങനെ എന്നാൽ ചെറിയ രീതിയിൽ സങ്കടമൊക്കെ ഉണ്ടായി. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 3ാമത്തെ ദിവസം നമ്മൾ രാത്രി ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വീട്ടിലങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ചേച്ചിയും അച്ഛനും പിന്നെ നമ്മളെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ആരും വരില്ലല്ലോ, കുഞ്ഞിനെ അമ്മേനെയൊന്നും കാണാൻ അങ്ങനെ ആരും വരില്ലല്ലോ. പിന്നെ ഡിസ്ചാർജ് ചെയ്തതിന് പിറ്റേ ദിവസമാണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായത് കേട്ടോ. ഞാൻ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് പോലും വിചാരിച്ചിട്ടൊരു സംഭവമാണ് നടന്നത്. കാരണം എനിക്ക് രാവിലെ എണീക്കാൻ പറ്റാണ്ടായി. അതായത് കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രി ആണെങ്കിലും പകൽ ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കാണെങ്കിൽ ഉറക്കം ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നല്ല ഉറക്കമുണ്ടായി. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നില്ല, കുഞ്ഞ് രാത്രി ഉറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. തല കറങ്ങുന്നതൊക്കെ പോലെ തോന്നി, എന്തൊക്കെയോ ഭ്രാന്ത് പോലെ ആകുന്നുണ്ട്. അപ്പം ഒരു സൈഡ് കുഞ്ഞ് കരയുന്നുണ്ട്. അപ്പം എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല. കുഞ്ഞിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കിടന്നിടത്തുനിന്ന് എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അമ്മേനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അമ്മ ചോദിച്ചു എന്തേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്, എനിക്ക് എന്തെല്ലാം ആണെന്ന് പറഞ്ഞു.
അപ്പോൾ ഒരു സൈഡ് കുഞ്ഞ് കരയുന്നുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞിന് ഇങ്ങനെ പാലിൻ്റെ ആവശ്യമായിട്ടാണ് ഇങ്ങനെ കരയുന്നത്. കാരണം എനിക്ക് പാൽ കൊടുക്കാൻ പോലും, എനിക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയായി. അങ്ങനെ ആ ടൈമിൽ എൻ്റെ ചേച്ചിയുടെ മോന് 9 മാസം 10 മാസം അങ്ങനെ എന്താണ് ഉണ്ടായിരുന്നത്. ആള് ചെറിയ കുഞ്ഞാണല്ലോ, അപ്പോൾ ആള് മുലയൂട്ടുന്ന ആളാണല്ലോ. അങ്ങനെ ചേച്ചിയാണ് കണ്ണന് ആ ടൈമിൽ പാൽ കൊടുത്തത്. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല, എനിക്ക് എണിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ ചേച്ചിയാണ് കണ്ണന് പാൽ കൊടുത്തത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരുപാട് ആശ്വസിച്ചൊരു സംഭവമായിട്ട്. കാരണം എൻ്റെ കുഞ്ഞിന് വിശക്കുമ്പോൾ എൻ്റെ ചേച്ചി പാൽ കൊടുത്തു. അതൊരു അഭിമാന പുളകിതമായൊരു സംഭവമല്ലേ. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ലല്ലോ. എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ആ ടൈമിൽ മോൾട്ടിനോട് താങ്ക്സ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോൾട്ടിക്ക് സന്തോഷമാകാണ് ഞാൻ മോൾട്ടിയെ കുറിച്ച് പറഞ്ഞു. കാരണം എനിക്ക് ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ അഭിമാനമായിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ ചേച്ചി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പാൽ കൊടുത്തു അല്ലേ. അതൊരു സന്തോഷവും കരച്ചിലൊക്കെ വരുന്നൊരു മുഹൂർത്തമാണ്. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടി എന്നെ എണീപ്പിച്ചു, അച്ഛനും കൂടി എന്നെ ഇരുത്തിയിട്ട് എനിക്ക് വെള്ളവും പിന്നെ ആ സമയത്ത് ഞാൻ കാൽസ്യം ഗുളിക കഴിച്ചു. കാൽസ്യം ഗുളിക കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായിട്ട്. ഫുൾ ടൈം പാൽ കൊടുക്കലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളത് കാൽസ്യം കുറഞ്ഞാണ് ഞാൻ ആ ടൈമിൽ ക്ഷീണിതയായത് കേട്ടോ. അങ്ങനെ കാൽസ്യത്തിൻ്റെ ഗുളികയൊക്കെ കഴിച്ചപ്പം ഓക്കെ ആയി, ആളെ ഭയങ്കര സ്ട്രോങ് ആയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പെറ്റോൾ എന്ന് പറയുമ്പോൾ തന്നെ, അതായത് പെറ്റോൾ പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ഭാഷയിലാട്ടോ പറയുന്നത്. പെറ്റോൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, അമ്മയും കുഞ്ഞും മാത്രമായിട്ടൊരു ലോകം. അതാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ. പുറത്തുനിന്ന് ആൾ വന്നാൽ അപ്പം തന്നെ വേഗം തന്നെ പോകണം, അല്ലെങ്കിൽ പെറ്റോൾ റൂമിൽ അങ്ങനെ ആർക്കും ഇരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മൂമ്മയും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മൂമ്മ എന്നോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ അനിയൻ റൂമിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിള്ളേർ ആരെങ്കിലും റൂമിലേക്ക് വരുമ്പോഴോ അവരൊക്കെ അമ്മൂമ്മ മാറ്റി നിർത്തും. അങ്ങനെ പെറ്റോള റൂമിലൊന്നും പോയിക്കൂടാന്നൊക്കെ പറയും. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ റൂമിൽ ഇവരെല്ലാം പുറത്തിരുന്ന് കഥ പറയും, നോണയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്കും അവിടെ ഇരിക്കാൻ തോന്നിന്. അപ്പോൾ അതൊക്കെ ഒരു അനുഭവമായിട്ടോ. നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. നമ്മൾ പറയാമല്ലോ ബിഗ് ബോസ് ഹൗസ് പോലെ 100 ദിവസം വീട്ടിനുള്ളിൽ നമുക്ക് ഫോണൊക്കെ എടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മ വയ്യെത്തും, എന്നാലും ഞാൻ എടുക്കാം, അമ്മൂമ്മ കാണാതെ ഫോണൊക്കെ എടുക്കും കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റിച്ചിൻ്റെ പെയിൻ, അത് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ വരും. ഞാനാണ് ഈ ടൈമിൽ സ്റ്റിച്ചും കൊണ്ട് നടക്കുന്നത്. അതായത് എപ്പോഴും നമ്മളിങ്ങനെ നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ കിടക്കാനോ അങ്ങനെ ഒരു അവസ്ഥയാണ്, പറ്റുന്നില്ല, ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ഒന്ന് എന്താ പറയുക, മലന്ന് കിടക്കാൻ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷെ ഒന്നും സാധിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു സൈഡ് കാല് വെച്ചിട്ടൊക്കെ ഇരിക്കണമല്ലോ, പ്രസവിച്ചൊക്കെ അറിയുന്നുണ്ടാവും, കാലിങ്ങനെ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും സഹിച്ചല്ലേ പറ്റൂ. നമ്മുടെ ശരീരമാണ്, നമ്മുടെ ആരോഗ്യമാണ്, അതൊക്കെ നമ്മൾ തന്നെയല്ലോ നോക്കേണ്ടത്. ഡിസ്ചാർജ് ചെയ്തതിന് പിറ്റേ ദിവസം കുഞ്ഞിനെ കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം പേരൊന്നും ഇങ്ങനെ അഭിപ്രായം എൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞ് കറുത്തിട്ടാണല്ലോ, അല്ലെങ്കിൽ കുഞ്ഞ് ഉഷാറൊന്നും ഇല്ലല്ലോ, കുഞ്ഞിന് പാലൊന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി കേട്ടോ. കാരണം കറുത്ത് നമ്മുടെ തെറ്റല്ലല്ലോ. ഞാൻ പറയാമല്ലോ, പ്രസവിച്ചപ്പോൾ കണ്ണ് നല്ല രീതിയിൽ വെളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ NICUവിൽ കിടത്തിയതിന് ശേഷമാണ് കുഞ്ഞിൻ്റെ കളറിൽ ചേഞ്ച് വന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ചാണ് അവരാടെ കണ്ടത്, വീട്ടിൽ കണ്ടത്. അപ്പോൾ പറഞ്ഞു കുഞ്ഞ് കറുത്തിട്ടാണല്ലോ, കുഞ്ഞ് അച്ഛനെ പോലെയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അങ്ങനെ ചെറിയ രീതിയിൽ സങ്കടമായിട്ടോ. കാരണം നമ്മൾ കളർ തമ്മിൽ വ്യത്യാസം ആക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലെ, കുഞ്ഞ് കറുത്തിട്ടാണ്, കുഞ്ഞ് മെലിഞ്ഞിട്ടാണ്, അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഒന്നാമതേ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയിലാണ്. അതിൻ്റെ ഇടയിലാണ് ഈ കുഞ്ഞിൻ്റെ കറുപ്പും കളറും കണ്ടിട്ട് ഇവർ എന്തൊക്കെയോ അഭിപ്രായം പറയാൻ തുടങ്ങിയത്. അത് എല്ലാവരും പറഞ്ഞൊന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേര് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും, അപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഉറക്കമില്ലായ്മയാണ്. കാരണം ഉറക്കം ഒട്ടും ഉണ്ടാവില്ല. നമ്മൾ എത്ര രീതിയിൽ നല്ല രീതിയിൽ ഉറങ്ങിയവരാണെങ്കിലും ഈ ഒരു സമയത്തുണ്ടല്ലോ, അമ്മയായതിനു ശേഷമില്ല നമുക്ക് ഒരു ഉറക്കമില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോലെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ കണ്ണന് 2.5 വയസ്സായി. ആൾ ഇടയ്ക്കിടയ്ക്ക് മീമി പറഞ്ഞുകൊണ്ട് വെക്കും. ആൾക്ക് രാത്രിയാകുമ്പോൾ അപ്പം പാൽ കുടിക്കുന്ന സ്വഭാവമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നിർത്തണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരെ ഉറക്കമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങിയ ആളാണ്, അതിനിടയിലാണ് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നത്. അപ്പോൾ ഉറക്കമില്ലായ്മ എനിക്ക് ഭ്രാന്ത് പോലെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ പിന്നെ എന്താ ചെയ്യുക, നമ്മളെ അച്ഛനല്ല അമ്മയൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയാണല്ലോ വളർത്തിയത്. അപ്പിയൊക്കെ ഉറക്കമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് പാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ എന്നെ പ്രസവിക്കുന്ന ടൈമിലൊന്നും അമ്മ എനിക്ക് പാമ്പസും കാര്യങ്ങളൊന്നും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല, ഇട്ടെന്നിട്ടൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമല്ലോ ആ ടൈമിൽ, കുഞ്ഞായിരിക്കുന്ന ടൈമിൽ. അപ്പോൾ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അപ്പം ചിന്തിച്ചേ പറ്റൂ. കാരണം നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങുന്ന ടൈമിൽ കുഞ്ഞിന് പാമ്പേഴ്സൊക്കെ ഇട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ ഉറക്കമില്ലായ്മ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതേ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ണന് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ടൈമിൽ കണ്ണന് പാലൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് ഈ ഫീഡിങ് പൊസിഷൻ അറിയില്ലല്ലോ, എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാന്നൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ തല ഇങ്ങനെ വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പാല് വരുന്നുണ്ടായില്ല, ആദ്യ ടൈമിൽ പാലൊന്നും വരുന്നുണ്ടായില്ല. അപ്പോൾ എന്താ പറയുക, കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എനിക്ക് സങ്കടമായി. കാരണം പലരും പറഞ്ഞു, വരുന്നവരൊക്കെ പറഞ്ഞു കുഞ്ഞിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അതൊക്കെ കേൾക്കുമ്പോഴും പിന്നെ പാലൊന്നും വരാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി മോൾട്ടിയോട് ചോദിച്ചിട്ട്, അപ്പോൾ മോൾട്ടി പറഞ്ഞു പാല് കൂടാൻ ഒരു പൊടിയുണ്ട്, മോൾട്ടിക്ക് ഡോക്ടർ മുമ്പ് സജസ്റ്റ് ചെയ്തതാണ്, ആ പൊടി കഴിച്ചാൽ പാല് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൊടി മേടിച്ചിട്ട് ആ പൊടി 2 ദിവസം കഴിച്ചും. അപ്പോൾ പിന്നെ പാലൊക്കെ വരാൻ തുടങ്ങി. പിന്നെയുള്ള പ്രശ്നമാണ് നിപ്പിൾ ക്രാക്ക്, അതായത് നമ്മുടെ നിപ്പിളിലുള്ള വേദന. കുഞ്ഞിങ്ങനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ചെറിയ രീതിയിലുള്ള മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വേദന ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചില ടിപ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എല്ലാം ഫ്ലോപ്പായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്തത് വെളിച്ചെണ്ണ പുരട്ട അല്ലെങ്കിൽ നെയ്യ് പുരട്ട, അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി അതിന് ഇങ്ങനെ ഒരു ഓയിൻമെൻറ്റ് തടയാൻ മതി, പക്ഷെ അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ വെളിച്ചെണ്ണ തടയാൻ മതി അല്ലെങ്കിൽ നെയ്യ് തടയാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. എന്നാലും വേദനയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ സഹിക്കുക, അല്ലാതെ വേറെ എന്താ പരിപാടി. നമ്മുടെ കുഞ്ഞിന് ആരോഗ്യം വേണമെങ്കിൽ എന്തായാലും പാൽ കുടിക്കണം. അപ്പോൾ പാൽ കുടിക്കണമെങ്കിൽ നമ്മളതിന് സമ്മതിക്കണം. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് സഹിച്ചു. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ കെയറിങ് ആണ്. കാരണം നമ്മളിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലാണ്, അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പരസ്പരം കാണാനോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെ അവർക്ക് കാണാനോ ഒന്നും പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡും നമ്മുടെ പ്രസവശേഷം ഹസ്ബൻഡും നമ്മുടെ കൂടെ വരണം കേട്ടോ. കാരണം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അവരും കൂടി അറിയണം. അവരും കൂടി ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനൊരു അവസ്ഥയിലായത്. അപ്പോൾ അവരെന്തായാലും അറിയേണ്ടതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ ആഴ്ചയിൽ ഒരു ദിവസങ്ങൾ വരാതിരിക്കില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം വരും. എന്നിട്ട് എൻ്റെ അവസ്ഥയൊക്കെ നോക്കും, കുഞ്ഞിനൊക്കെ നോക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാവും. പിന്നെ അവർക്ക് അവരുടേതായ കാര്യമുണ്ട്, അവർക്ക് പണിയുണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് തിന്നണമല്ലോ. അപ്പോൾ എന്തായാലും പണിയെടുത്താലല്ലേ ജീവിക്കാൻ പറ്റും. ഈ ഒരു സമയത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നം ഉണ്ടാവും കേട്ടോ. കാരണം എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. വെറുതെ വെറുതെ ദേഷ്യപ്പെടാൻ. എനിക്ക് തോന്നുന്നു ചിക്കുട്ടൻ എന്തോ ഒരു സംശയം കൊണ്ട് വന്നതാണ്. ചിക്കുട്ടൻ ഓൻ്റെ ക്ലാസ്സിൻ്റെ എന്തോ ഒരു സംശയം കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ്. ഞാൻ ഓൻ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ ഓർക്കുമ്പോൾ സങ്കടമാകുന്നുണ്ട്. കാരണം എന്തോ കുക്കു ചേച്ചി ഇതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് വന്നതാണ്. ഞാൻ ഓനെ എന്തൊക്കെ പറഞ്ഞെന്നറിയാം ആ ടൈമിൽ. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും അതിൻ്റെ അപ്പുറം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കരച്ചിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ കരഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛൻ്റെ അമ്മേരൊക്കെ സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. കാരണം അവരില്ലെങ്കിൽ നമ്മൾ എന്തായാലും ആത്മഹത്യ ചെയ്യും. കാരണം നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും ചത്തുപോകും കേട്ടോ. കാരണം നമ്മളെ നോക്കാനും അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞിനെ നോക്കാനും എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ അവരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഹസ്ബൻഡും വേണം കേട്ടോ. ഹസ്ബൻഡ് എല്ലാവർക്കും ഇപ്പോൾ ചില ആൾക്കാർ ദുബായിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ നിൽക്കാൻ പറ്റില്ല. എന്നാലും ഇങ്ങനെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിൽക്കാം കേട്ടോ. കാരണം ഈ ഒരു അവസ്ഥയിൽ അവരെ കൂടെ നിങ്ങൾ എന്തായാലും വേണം. അവരുടെ അവസ്ഥയും അവർക്ക് സ്നേഹമൊക്കെ കൊടുക്കാം. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ സന്തോഷങ്ങളൊക്കെ കണ്ടിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ 28ാമത്തെ ചടങ്ങുണ്ട്. 28ാം ദിവസമല്ല, നമ്മൾ എന്തോ 19 18 അങ്ങനെ എന്തോ ദിവസമാണ് നമ്മൾ നൂലുകെട്ട് ചടങ്ങ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ നൂലുകെട്ട് ചടങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം അവർ കുറേ പേര് കുഞ്ഞിനെ കണ്ടിട്ട് ആ സമയത്തൊക്കെ കണ്ടാൽ നല്ല മെലിഞ്ഞിട്ടായിരുന്നു കേട്ടോ, നല്ല മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ നല്ല രീതിയിൽ കളറും മാറിയിട്ടുണ്ടായിരുന്നു, അതായത് ചെറിയ രീതിയിൽ ഡാർക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കണ്ണിന് ഒരു മാസം കൃത്യം 1.5 മാസം ആകുമ്പോഴാണ് ആൾക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ ഇവിടെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ആൾക്ക് ആ ടൈമിലാണ് നല്ല മാറ്റമൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ച് ആൾ വെയിറ്റൊക്കെ കൂടാൻ തുടങ്ങി, അതുപോലെ തന്നെ കളറിൽ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ ആ ഒരു ചടങ്ങ് നടത്തുന്ന ടൈമിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് ഉഷാറൊന്നുമില്ല. എൻ്റെ മുമ്പ് നിന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുഞ്ഞ് ഉഷാറൊന്നും ഇല്ലല്ലോ, നിനക്ക് എന്ത് പാലൊന്നും നീ എന്ത് തിന്നുന്നില്ലൊന്നുമില്ലേ, കുഞ്ഞിക്ക് പാലൊന്നും കിട്ടുന്നുണ്ടായില്ല, പാൽപ്പൊടി കലക്കി കൊടുക്ക്. പാൽപ്പൊടി പറഞ്ഞാൽ നമ്മുടെ ലാക്ടജനൊക്കെ ഉണ്ടല്ലോ, അതാണ് അവർ ഉദ്ദേശിച്ചത്. പാൽപ്പൊടിയൊക്കെ കലക്കി കൊടുക്കും, കുഞ്ഞ് ഉഷാറാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു കുറുക്ക് കൊടുക്കാൻ തുടങ്ങി. നമ്മളെ പണ്ട് അങ്ങനെയാണ് കുറുക്കൊക്കെ കൊടുക്കുന്നത്, ഉഷാറൊന്നുമില്ലെങ്കിൽ അപ്പോൾ തന്നെ കുറുക്കൊക്കെ കൊടുക്കും, വെള്ളം പോലെ ആക്കിയിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ കുഞ്ഞ് മാത്രം ഉഷാറൊന്നുമില്ലല്ലോ, ബാക്കിയുള്ളവരെ കുഞ്ഞ് അവർ വേറെ കാര്യം പറയും കേട്ടോ, വേറെ കുഞ്ഞിനെ വെച്ച് താരതമ്യം ചെയ്യും. ഈ കുഞ്ഞ് നല്ല ഉഷാറുണ്ട്, അല്ലെങ്കിൽ ഈ കുഞ്ഞ് നല്ല കളറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ കണ്ണന് 6 മാസമായതിന് ശേഷമാണ് കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അതുവരെ ഞാൻ എൻ്റെ മുലപ്പാൽ കൊടുത്തിട്ട് തന്നെയാണ് ആളെ വെയിറ്റ് കൂടിപ്പിച്ചതൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കാരണം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ 4 മാസം ആകുമ്പോൾ തന്നെ കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 6 മാസം ആകുമ്പോഴാണ് കണ്ണിന് കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റോറിയിൽ പറയാനുള്ളത് കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങളുണ്ട്. പിന്നെ പലർക്കും പല അനുഭവമായിരിക്കും കേട്ടോ. കാരണം എൻ്റെ അനുഭവമായിരിക്കില്ല നിങ്ങൾക്കും, നിങ്ങളുടെ അനുഭവമായിരിക്കില്ല എനിക്കും, എല്ലാവർക്കും പല രീതിയിലുള്ള അനുഭവമായിരിക്കും. ചിലർക്ക് ഈ ഒരു സംഭവങ്ങളെ ഉണ്ടായില്ല കേട്ടോ. ചിലർക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ സ്റ്റോറിയൊന്നും ഉണ്ടായില്ല, ചിലർക്ക് ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. അപ്പോൾ പലർക്കും പല അനുഭവമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രസവത്തിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം അറിയണം കേട്ടോ. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. എനിക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ആരും ഉണ്ടായില്ല. എനിക്ക് ഈ പ്രസവത്തിന് മുമ്പുള്ള പ്രഗ്നൻസി ടൈമിലോ അല്ലെങ്കിൽ ഡെലിവറിയിൽ എങ്ങനെ ചെയ്യണം അതൊക്കെ പറഞ്ഞാൽ ആളുണ്ടായി. പക്ഷേ ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അനുഭവിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു സംഭവം ആണ്. നമ്മളിങ്ങനെ എന്താ പറയുക, തത്തയെ പോലെ ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു ടൈമിൽ നമ്മളെങ്ങനെ കൂട്ടിലകപ്പെട്ടാലുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് എനിക്ക് ആ ടൈമിൽ ഓർമ്മ വന്നിട്ടോ. പിന്നെയുള്ളത് ഞാൻ പ്രസവിച്ചത് ഫെബ്രുവരി 23, അതായത് ചൂടിൻ്റെ ടൈമിലാണ്. അതുകൊണ്ട് കുളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രസവശേഷം നമ്മൾ നല്ല ചൂടുവെള്ളത്തിലാണ് കുളിക്കേണ്ടത്. അപ്പോൾ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടാണ്. കാരണം ഭയങ്കര ചൂടായിരുന്നു. അമ്മൂമ്മയാണ് വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അമ്മൂമ്മ പണ്ടത്തെ ആളാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ നല്ല ചൂടുവെള്ളം ഒഴിച്ചു തരും കേട്ടോ. എൻ്റെ പൊന്നെ അത് എനിക്ക് ആ ടൈമിൽ ഒന്നാമത് ചൂടാണ്, അതിൻ്റെ മേലെ നമ്മുടെ മേലത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. നമ്മൾ പിന്നെ കുളിച്ചതിന് ശേഷം വീണ്ടും വേർക്കും കേട്ടോ. അതൊക്കെ ഒരു ഓർക്കുമ്പോൾ ഇപ്പം ചിരി വരുമെങ്കിൽ അപ്പം നമുക്ക് പ്രാന്ത് പോലെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പച്ചവെള്ളത്തിൽ കുളിച്ചെന്നങ്ങ് തോന്നും, ഭയങ്കര ചൂടുള്ള ടൈമിലല്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വലിയൊരു സ്റ്റോറിയാണ്, പക്ഷെ അത് ഞാനിങ്ങനെ ചുരുക്കി പറഞ്ഞതാണ്. കുറേ കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടാവും. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, ഇപ്പോൾ 2.5 കൊല്ലം ആയില്ലേ, കറക്റ്റ് ഓർമ്മയൊന്നും കിട്ടുന്നില്ല. കിട്ടിയ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ മുലപ്പാൽ കൂടാനും പിന്നെ നിപ്പിൾ ക്രാക്കൊക്കെ കുറക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണ്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കാണുന്ന കുറേ പേരുണ്ടല്ലോ, അവർ പറഞ്ഞുതരും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. കാരണം എനിക്കൊന്നും ഞാൻ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറി ഇട്ടുന്ന ടൈമിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതായത് ഡെലിവറി എല്ലാവർക്കും ഉണ്ടാകുന്നല്ലേ, പ്രഗ്നൻസി എല്ലാവർക്കും ഉണ്ടാകുന്നല്ലേ, എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പല അനുഭവമാണ് ഉണ്ടാകുന്നത്. അവരോട് പറയാനുള്ളതാണ്, പലർക്കും പല അനുഭവമാണ് ഉണ്ടാകുന്നത്. എനിക്ക് നിങ്ങളെ അനുഭവമായിരിക്കില്ല ഉണ്ടാകുന്നത്, എൻ്റെ അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ ആ ടൈമിൽ ഞാൻ ഒരു റെസ്പോൺസ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എന്തിനാണ് അതൊക്കെ മൈൻഡ് ചെയ്യുന്നത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര പുതിയ കാര്യമാണ്, പുതിയ അറിവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ വാക്യൂം ഡെലിവറി ആയിരുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന പലരും ഉണ്ടായിരുന്നു. ഞാനും ആ ടൈമിൽ ആദ്യമായിട്ടാണ് കേട്ടതല്ല. എൻ്റെ ഒരു ഡെലിവറി ടൈമിൽ വാക്യൂം കൊണ്ട് വലിക്കുന്ന പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ.
അപ്പം അതൊക്കെ കേട്ടപ്പോൾ പലരും പറഞ്ഞു പുതിയ അനുഭവമാണ്. പിന്നെ അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ഹോസ്പിറ്റൽ എങ്ങനെ, യുണൈറ്റഡ് ഹോസ്പിറ്റൽ എങ്ങനെ, ഡോക്ടേഴ്സ് എങ്ങനെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.